ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. നമുക്കിന്ന് സുവിശേഷത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 2 മുതലുള്ള തിരുവചനങ്ങൾ, 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായ ശക്തമായ തിരുവചനം ദൈവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഈശോതമ്പുരാൻ ഉപവാസത്തിൻ്റെ കാലങ്ങളിൽ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ എങ്ങനെയാണ് അത് ദൈവം നേരിട്ടതിനെ കുറിച്ചിട്ടും ഉപവാസത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. സാത്താൻ എന്നും പിശാചെന്നും വിളിക്കുന്ന തിന്മയുടെ ശക്തിയെ യേശു പരാജയപ്പെടുത്തുന്നതിൻ്റെ ചിത്രമാണ് മരുഭൂമിയിലെ പ്രലോഭനങ്ങളുടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചതും പ്രലോഭന്റെ മേൽ വിജയം വരിക്കാൻ സഹായിച്ചതും. ആത്മാവിൻ്റെ ശക്തിയും പ്രവർത്തനവും പ്രകടമാക്കുന്നതാണ് യേശുവിൻ്റെ പ്രതികരണവും വ്യക്തമായുള്ള മറുപടിയും. തികച്ചും സ്വാഭാവികമായി തോന്നാവുന്ന ആശയം, കല്ലുകളെ അപ്പമാക്കി വിശപ്പടക്കുക, അങ്ങനെ താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. ഇതാണ് പ്രലോഭകന്റെ ഏറ്റവും പ്രകടമായ വശം. ജോർദാനിൽ വെച്ച് മുങ്ങിയ ദൈവത്തിൻ്റെ പ്രഖ്യാപനത്തെ സത്യമെന്ന് തെളിയിക്കാനുള്ള അവസരമായി ഇതിനെ അവതരിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രേരണയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രലോഭനങ്ങൾ യേശുവിൻ്റെ മറുപടി വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അപ്പം വേണ്ട എന്നല്ല, അതിനേക്കാൾ പ്രധാനമാണ് ദൈവത്തിൻ്റെ വചനം. പഴയ നിയമത്തിൽ നിന്ന് കടമെടുത്താണ് യേശു വാക്ക് തന്നെ അല്ലെങ്കിൽ വചനം തന്നെ പറയുന്ന നിയമാർത്ഥത്തിലെ 8 നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട നിയമത്തിലെ 8:2 പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ മനുഷ്യൻ അപ്പത്തിന് അടിമയാകരുത്. കാരണം നമ്മുടെ ജീവിതം അപ്പത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം കൂടിയുള്ളതാണ്, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഇവിടെ ഒരു പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ പ്രതീകമായി മാറുന്നു. മനുഷ്യൻ്റെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളുടെയും ഒരു പ്രതീകം. അതേസമയം ഭൗതികതയ്ക്ക് ഉപരിയായിട്ട് ഒരു ആധ്യാത്മികതയുണ്ടെന്ന് യേശുവിൻ്റെ മറുപടിയിൽ അനുസ്മരിപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. മരുഭൂമിയിൽ വെച്ച് മന്ന നൽകി ജനത്തെ പരിപാലിച്ച ദൈവത്തിന് മനുഷ്യനെ സംബന്ധിച്ച വലിയ പദ്ധതികളുണ്ട്, വ്യക്തമായ പ്ലാനിങ്സ് ഉണ്ട്. അത് ശാരീരിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ഒതുങ്ങുന്നതല്ല. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ യഥാർത്ഥ സത്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അധ്വാനിക്കാതെ അപ്പം ഉണ്ടാക്കാനും അപ്പത്തെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാനും ഈ പ്രലോഭനം നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കും. ആ പ്രമേയം തന്നെ അല്ലെങ്കിൽ അപ്പത്തിന് വേണ്ടിയുള്ള പ്രമേയം തന്നെ ഒരു പ്രസക്തമായ ഒരു പ്രമേയം തന്നെ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. വിശക്കുന്നവന് അപ്പം കൊടുത്ത് അടിമയാക്കുന്ന ഒരു പ്രക്രിയ ഇന്നും നിലനിൽക്കുമ്പോൾ യേശു നേരിട്ട ആദ്യത്തെ പ്രലോഭനം ഇന്നും എത്ര പ്രസക്തം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രസക്തമാണ്. കാരണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ അടിമയാക്കി മാറ്റിയിടുക, നമ്മുടേതായ അടിമയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി അവനെ മാറ്റിയെടുക്കുക. അതാണ് നമ്മുടെ പ്രലോഭനങ്ങൾക്ക് അടിമയായിട്ട് ഒരാളെ മാറ്റിയെടുക്കുക. അപ്പം എല്ലാവർക്കും ആവശ്യമാണ്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം സമ്പാദിക്കാനുള്ള കൽപ്പന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്.
കർത്താവ് എന്ന് പറഞ്ഞ ദൈവം എന്താ പറഞ്ഞ, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണം സമ്പാദിക്കുക. എല്ലാവർക്കും ബാധകമാണ്. മറ്റുള്ളവന്റെ വിയർപ്പിന്റെ ഫലം കൊണ്ട് സമ്പന്നരാകുന്ന മനോഭാവങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഇന്ന് പ്രതിക്കൂട്ടിലാക്കുന്നതാണ് യേശുവിൻ്റെ മറുപടി. മനുഷ്യനെ ദൈവമക്കളാക്കി പരിവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്ന പരിപാലിക്കുന്ന ദൈവവചനം ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തലാവണം. എന്നാൽ ഇത് മാത്രമല്ല അപ്പത്തിൻ്റെ പ്രലോഭനം. അങ്ങനെ പ്രലോഭനങ്ങൾക്ക് പെടാതെ, അതിന് നമ്മൾ കീഴ്പ്പെടാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ കർത്താവ് കാണിച്ചു തന്ന വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മൾ ഈ ഉപവാസ കാലഘട്ടത്തിൽ പല പ്രലോഭനങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രലോഭനങ്ങൾക്ക് ഉപരിയായിട്ട് ദൈവവചനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമുക്കതിനെ കീഴടക്കാൻ സാധിക്കുന്നു. ദൈവവചനത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു. കർത്താവെ, നമ്മൾക്ക് ഈ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളതിനായിട്ട് പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ തന്നെയായാലും നാഥ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഞങ്ങൾ ദൈവമേ